Welcome back to ICT Learning Series, episode number 21. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായിട്ട് നമ്മുടെ ലേണിംഗ് സീരീസിൽ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. FEG ഓർഡർ ബ്ലോക്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. സോ ഇന്നത്തെ എപ്പിസോഡിലും അനദർ ഫോം ഓഫ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് ഒരു കാര്യം ഒന്ന് റിമൈൻഡ് ചെയ്തോളട്ടെ. ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിനെ പൊതുവെ ആൾക്കാർ ഷോർട്ടാക്കി വിളിക്കുന്ന ഒരു ടേമാണ് IRL. അതേപോലെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിനെ ERL എന്നും പൊതുവെ വിളിക്കുന്ന ഒരു ഷോർട്ട് ടേം ആണ്. സോ നെക്സ്റ്റ് ടൈം നമ്മുടെ വീഡിയോസിൽ IRL ആൻഡ് ERL എന്നുള്ള ടേമുകൾ യൂസ് ചെയ്യുമ്പോഴും നാളെ പുറത്ത് നിങ്ങൾ എവിടെയൊക്കെ ഈ ഒരു ടേമുകൾ കേൾക്കുന്നുണ്ടോ, ERL എന്നും IRL എന്നും കേൾക്കുമ്പോഴൊക്കെ ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ഹെഡ്സപ്പ് നിങ്ങൾക്ക് തരുന്നത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആൻഡ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയുടെ ജസ്റ്റ് ഒരു ഷോർട്ട് ടേം മാത്രമാണ് ERL ആൻഡ് IRL. ഓക്കെ, നമുക്കിനി നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിലെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഒരു അനദർ ഫോം ഓഫ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ് നമ്മൾ ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് പ്രൊപ്പൽഷൻ ബ്ലോക്ക്? എന്താണ് അതിന്റെ ബേസിക് ഐഡിയ? പ്രൊപ്പൽഷൻ എന്ന ഇംഗ്ലീഷ് ടേമിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ തള്ളിക്കളയുക എന്നാണ് അർത്ഥം. സോ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ ആ ചാർട്ടിൽ ആ ടേം എങ്ങനെ യൂസ്ഫുൾ ആക്കാം എന്നാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതായത് ദ മോസ്റ്റ് സെൽ ക്യാൻഡിൽ ബിഫോർ ദ നെക്സ്റ്റ് ബൈ റാലി, അതാണ് ഓർഡർ ബ്ലോക്ക് എന്നുള്ളത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് അറിയാത്ത ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നമ്മുടെ കറൻസി യൂട്യൂബ് ചാനലിന്റെ പ്ലേലിസ്റ്റ് സെക്ഷനിലെ ICT ലേണിംഗ് സീരീസിലെ എപ്പിസോഡ് നമ്പർ 11 and 13 കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. സോ ബാക്ക് ടു ദ ടോപ്പിക്. ആ ഓർഡർ ബ്ലോക്ക് എന്താണെന്നുള്ള കൺസെപ്റ്റിന്റെ ഒരു ഫോളോ അപ്പ് ടോപ്പിക്കാണ് നമ്മൾ പ്രൊപ്പൽഷൻ ബ്ലോക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പ്രൊപ്പൽഷൻ ബ്ലോക്കിന്റെ ബേസിക് ഐഡിയ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് തള്ളിക്കളയുക, അതായത് പുഷ് അവേ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് ആണ് നമ്മൾ പ്രൊപ്പൽഷൻ ബ്ലോക്ക് ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. SMCയിൽ ഓർഡർ ബ്ലോക്ക് 2.0 എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് പരിചിതമാണെന്നുണ്ടെങ്കിൽ കൈൻഡ് ഓഫ് ഏകദേശം അതുപോലെ തന്നെയാണ് നമ്മൾ ICTയിൽ പ്രൊപ്പൽഷൻ ബ്ലോക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമുക്കിനി ചാർട്ട്സിലേക്ക് പോവാം. പ്രൊപ്പൽഷൻ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുഷ് അവേ ക്യാൻഡിൽ ആണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ നമ്മളത് ചാർട്ടിൽ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു ബുള്ളിഷ് എക്സാമ്പിൾ തന്നെ പറയാം. അതായത് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിന്റെ കേസ് നമുക്ക് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ കാണുന്നത് ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ലേണിംഗ് സീരീസിന്റെ എപ്പിസോഡ് നമ്പർ 3 ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സോ ഒരു ബുള്ളിഷ് MSSന് ശേഷം നമ്മൾ ഒബ്വിയസ്ലി ഒന്നല്ലെങ്കിൽ ഇവിടെയുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു ഓർഡർ ബ്ലോക്കോ FEG ഒക്കെ ആയിരിക്കും നമുക്ക് മിക്കപ്പോഴും കിട്ടാറ്. സോ ഈ ഒരു കേസിൽ ഓർഡർ ബ്ലോക്ക് ആണെന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഒരു ഓർഡർ ബ്ലോക്ക് മിറ്റിഗേഷന് ശേഷം നമ്മൾ പ്രൊപ്പൽഷൻ ബ്ലോക്കിന്റെ തിയറി പ്രകാരം ആ ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്ത ഓർഡർ ബ്ലോക്കിൽ പുതിയ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സോ ആ ഒരു പുതിയ ഓർഡർ ബ്ലോക്കിനെയാണ് നമ്മൾ പ്രൊപ്പൽഷൻ ബ്ലോക്ക് ആയിട്ട് എടുക്കുക. സോ ഈ ഒരു പ്രൊപ്പൽഷൻ ബ്ലോക്കിനാണ് എൻട്രീസ് നമ്മൾ എടുക്കുക എന്നുണ്ടെങ്കിൽ അതിന്റെ മൊമെന്റം വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും മാർക്കറ്റിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുക. ഇതാണ് ബുള്ളിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്ക്. നമുക്കിനി ബുള്ളിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്കിന്റെ ഒരു ലൈവ് ചാർട്ട് എക്സാമ്പിൾ നോക്കാം. ബുള്ളിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്കിന്റെ ഒരു ലൈവ് ചാർട്ട് എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൽ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേഷൻ സംഭവിച്ചതിന് ശേഷം പുതിയതായിട്ട് വരുന്ന ഓർഡർ ബ്ലോക്കിനാണ് നമ്മൾ പ്രൊപ്പൽഷൻ ബ്ലോക്ക്, ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ ബുള്ളിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്കായിട്ട് നമ്മൾ എടുക്കുക. സോ ചാർട്ടിൽ നോക്കുമ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിന് മിറ്റിഗേഷൻ സംഭവിച്ചേക്കുന്നത് ഇവിടെയാണ്. സോ ഈ ഒരു മിറ്റിഗേഷന് ശേഷം നമുക്കിവിടെ പുതിയ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഒരു പുതിയ ഓർഡർ ബ്ലോക്ക് അഥവാ ഈ ഒരു കേസിൽ പറയുമ്പോൾ ബുള്ളിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്ക്, ബുള്ളിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്കിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ നല്ലൊരു മൊമെന്റ് നമുക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് EURUSDയുടെ 1 day ടൈം ഫ്രെയിം ആണ്. പ്രൈസ് ഫ്രാക്റ്റൽ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഏത് ടൈം ഫ്രെയിമിൽ വേണമെങ്കിലും നോക്കാവുന്നതാണ്. പക്ഷേ ബയാസിന് അനുസരിച്ച് മാത്രം ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഈ ഒരു കേസിൽ പറയുമ്പോൾ 1 day ടൈം ഫ്രെയിമിലെ ഈ ഒരു ബുള്ളിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലോവർ ടൈം ഫ്രെയിംസിൽ റിഫൈൻ ചെയ്തുകൊണ്ട് നമുക്കിവിടെ ബുള്ളിഷ് സ്ട്രക്ചർ ഷിഫ്റ്റ് പോലെയുള്ള ചാർട്ട് പാറ്റേൺസ് നോക്കിക്കൊണ്ട് ബുള്ളിഷ് ട്രേഡുകൾ നമുക്കിവിടെ പ്ലാൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ബുള്ളിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്കിന്റെ വേറൊരു ചാർട്ട് എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ബുള്ളിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്കിന്റെ വേറൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതാണ് നമ്മുടെ ഇവിടെയുള്ള ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്. ആ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തതിനു ശേഷം പുതിയൊരു ഓർഡർ ബ്ലോക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഈ ഒരു പുതിയ ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിനെയാണ് നമ്മൾ ബുള്ളിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്ക് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ബുള്ളിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്കിൽ വന്ന് മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് നല്ലൊരു മൊമെന്റം തരുന്നതായിട്ട് നമുക്ക്
കാണാൻ പറ്റും. സോ ഐഡിയൽ കേസ് സിനാരിയോ പറയാനാണെങ്കിൽ ലോവർ ടൈം ഫ്രെയിമുകളിൽ റിഫൈൻ ചെയ്തുകൊണ്ട് ബയാസിനനുസരിച്ച് നമുക്ക് എൻട്രീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എൻട്രി പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയുള്ള കേസുകളിൽ എനിക്ക് പേഴ്സണലി ഒരു ബെസ്റ്റ് സിനാരിയോ ആയിട്ട് തോന്നുന്നത്. സോ ബുള്ളിഷ് പ്രൊപ്പൽഷൻ ബ്ലോക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ കറൻസി പിപ്സ് അക്കാഡമിയുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിലോ ഗ്രൂപ്പുകളിലോ വന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ ICT ലേണിംഗ് സീരീസിന്റെ അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് എപ്പിസോഡുമായിട്ട് കറൻസി പിപ്സ് ഉടനെ എത്തുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. സൈനിങ് ഓഫ് ഫൗസ് ഫ്രം കറൻസി പിപ്സ്.